അഡോൾസെന്റേജിൽ പ്രവേശിക്കുന്ന കുട്ടികളിൽ ബിഹേവിയറൽ ചേഞ്ചസ് കാണാറുണ്ട്. അതുവരെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടും റിലീജിയസ്ലി ഓർഗനൈസ്ഡ് ആയിട്ടും ജീവിച്ചു വന്ന കുട്ടികൾ പലതരത്തിലുള്ള ഇമോഷണൽ ടാൻട്രംസ് കാണിക്കുന്നു. എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ഈ ഒരു ട്രാൻസിഷണൽ ഫേസ് ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക? നല്ല ചോദ്യമാണ്. എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ഈ ഒരു ട്രാൻസിഷണൽ ചേഞ്ചസ് എങ്ങനെയാണ് തരണം ചെയ്യുക, സോൾവ് ചെയ്യാൻ പറ്റുക? സോറി, ഇതെന്താണ് പ്രശ്നം എന്ന് മാതാപിതാക്കൾക്ക് അറിയില്ലെങ്കിൽ അവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയില്ല. സിമ്പിൾ. മാതാപിതാക്കൾക്ക് ഇതിന് എന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ്, ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മാതാപിതാക്കൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തത്. ഇതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ. ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് എൻ്റെ ലൈഫ് കോച്ചിങ്ങിലെ ഒരു സെക്ഷൻ 6 ഏകദേശം ഒരു 6 ക്ലാസ്സസ് 1.5 മണിക്കൂറിൻ്റെ 10 മണിക്കൂറോളം, 9 മണിക്കൂർ 10 മണിക്കൂർ, ഇതാണ് വിഷയം. ഡീപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ട 2-3 കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒരു വ്യക്തമായ ഒരു പേഴ്സണാലിറ്റി നമ്മൾ വളർത്തിയെടുക്കുന്നില്ല. കുട്ടികൾക്ക് ആകെ കൊടുക്കുന്ന പേഴ്സണാലിറ്റി എന്താണ്? ഉമ്മാൻ്റെ നല്ല കുട്ടിയാവണം കേട്ടോ, ഉപ്പാൻ്റെ നല്ല കുട്ടിയാവണം, എല്ലാവരെ കൊണ്ടും നല്ലതേ പറയിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീട്ടിലുള്ള ഉപ്പയും ഉമ്മയും വല്യമ്മയും വല്യപ്പയും പോരാത്തതിന് ഉസ്താദും, ഇതൊക്കെ ഏത് നിലവാരത്തിലുള്ള അള്ളാഹുവായാലും, പക്ഷെ ഇവർക്കൊക്കെ എല്ലാവർക്കും നല്ല കുട്ടിയാണ്. ഒരാളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഒരു വേസ്റ്റ് ആയിട്ടാണ് മാറുക. പറഞ്ഞു മനസ്സിലല്ലേ? അപ്പോൾ എല്ലാവരും നല്ല കുട്ടിയാണ്. അതിനു വേണ്ടി കുറച്ച് മതപരമായ ചർച്ചടക്ക നടപടികൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. നിസ്കാരവും ദിവസം ഖുർആൻ ദിക്ർ ചൊല്ലണം, കുറച്ച് മതപരമായ കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ട്, പ്രത്യേകിച്ച് മുസ്ലിംസ് പറഞ്ഞു വരുന്നത് ഈ കുട്ടിക്ക് ഒരു വ്യക്തമായ വ്യക്തിത്വമോ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സോ നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കുട്ടിക്ക് എല്ലാവരുടെയും നല്ല കുട്ടിയാവണം, എല്ലാവരുടെയും നല്ല പറയിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു 15 വയസ്സ് അല്ലെങ്കിൽ ഒരു 13, 14, 15 വയസ്സാകുമ്പോഴേക്ക് കുട്ടിയുടെ വ്യക്തിത്വം അതാണ്, എല്ലാവരും നല്ലത് പറയണം. പക്ഷെ കുട്ടി അതുകൊണ്ട് അത്രയും കാലം കുട്ടി അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കും. പക്ഷേ ഈ ഹാപ്പിനെസ് സ്വന്തം ശരീരത്തിൻ്റെ പ്രായപൂർത്തിയും മനസ്സിൻ്റെ പക്വതയും ആകുന്നതോട് കൂടിയിട്ട് കുട്ടിക്ക് മറ്റുള്ളവരുടെ തൃപ്തിയല്ല എൻ്റെ തൃപ്തി. മറ്റുള്ളവർ തൃപ്തിയാണെങ്കിൽ പോലും ആ കുട്ടി തൃപ്തിയാവില്ല. അതുകൊണ്ട് കുട്ടിയുടെ വേർ ഇസ് മൈ പേഴ്സണാലിറ്റി, എൻ്റെ വ്യക്തിത്വം എവിടെ, എനിക്കൊരു ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്, ഞാൻ എന്ത് ജീവിക്കണം, എവിടേക്ക് ജീവിക്കണം, വാട്ട് ഈസ് മൈ വാല്യൂസ്, വാട്ട് ഈസ് മൈ മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ദി ലൈഫ്, ഇതൊക്കെ കുട്ടി ചോദിക്കുകയാണ്. അതോടുകൂടി കുട്ടി ഈസ് ബ്ലാങ്ക്. ഈ ബ്ലാങ്ക് ആവുന്നു. പിന്നെ ഈ കുട്ടിക്ക് ഇതിനൊരു മീനിങ് കിട്ടുന്നത് കുട്ടി തിരയും. ആ തിരയുന്നത് എന്തൊക്കെയാണ് കുട്ടിക്ക് കിട്ടുന്നത്, ആ അർത്ഥത്തിലൂടെ എല്ലാം പോകും. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ചാപ്റ്റർ. രണ്ടാമത്തേത് ഇതേ വിഷയത്തിൽ വരുന്ന ഒരു സംഗതി, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇതേ അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നതാ. അതുകൊണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കല്യാണം കഴിക്കുന്ന സമയത്ത് മാതാവിനും പിതാവിനും ഏകദേശം 23 വയസ്സ്, പിതാവിന് 27 വയസ്സ് സമയത്ത്, അല്ലെങ്കിൽ ഈ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടൊരു വ്യക്തിത്വമില്ല. അവരെന്ത് ചെയ്യുന്നു, അവർ ഇതേപോലെ എല്ലാവരുടെയും നെല്ലൊട്ടിയായി കുറച്ചു നേരമൊക്കെ ജീവിച്ച് 15-18 വയസ്സായതോടുകൂടി പിന്നെ ആരുടെയും നെല്ലൊട്ടി അല്ലാതെ ആയി. പിന്നെ തട്ടി ഒപ്പിച്ച് കിട്ടിയ ജോലിയും കൊണ്ട് ഉള്ള വിദ്യാഭ്യാസം കൊണ്ട് ഉള്ള രീതിയിൽ ഒരു കല്യാണത്തിൽ പ്രവേശിച്ചു. അതിൽ ഉണ്ടാകുന്ന രീതിയിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ അപ്പോഴും ആ മാതാവിനോ പിതാവിനോ ഈ ഒരു പേഴ്സണാലിറ്റി വരുന്നില്ല. പിന്നെ പേഴ്സണാലിറ്റി വരും. അതെപ്പോഴാണ്? അത് എല്ലാവർക്കും ഏകദേശം ഒരു 30, 35, 40, 45 വരുള്ളൂ. ഒരു 45 കഴിയുമ്പോഴേക്ക്, ദാറ്റ് മീൻസ് 2 തലമുറ അല്ലേ, ഒരു 45 കഴിയുമ്പോഴേക്കുള്ള മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ദി ലൈഫ്. മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ദി ലൈഫ് ഉണ്ടാവണമെങ്കിൽ സീരിയസ്നെസ് ഓഫ് ദി ലൈഫ് വേണം. അതുകൊണ്ട് സീരിയസ്നെസ് ഓഫ് ദി ലൈഫും മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ദി ലൈഫും ഇല്ലാത്തത് കൊണ്ട് ഒരു വ്യക്തമായ പേഴ്സണാലിറ്റി ഇല്ലാത്ത മാതാപിതാക്കളുടെ മക്കൾ ഏകദേശം ഒരു 10-15 വയസ്സാകുമ്പോഴേക്കാണ് കുട്ടികൾക്ക് അവർ തിരയുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർക്കത് മനസ്സിലായി എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കായിട്ട് ഒരു അൺഹെൽത്തി പേഴ്സണാലിറ്റി നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് പോരുന്നുണ്ട്. മക്കളിലേക്ക് അൺഹെൽത്തി ശരിയല്ലാത്ത വ്യക്തിത്വം അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വം അല്ലാത്ത ഒരു സ്റ്റേബിൾ ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി എന്നത് മക്കൾക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് മക്കൾക്ക് കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. നമ്പർ 1 ഫസ്റ്റ് റീസൺ. സെക്കൻഡ്, ഓരോ കുഞ്ഞിനും ഒരു നേച്ചുറൽ ഡിസ്പോസിഷനിലാണ് ജീവിക്കുന്നത്. ഈ നേച്ചുറൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്നത് മനുഷ്യകുലത്തിൽപ്പെട്ട എല്ലാവരുടെയും ചില ഗുണങ്ങൾ ഉള്ളതുണ്ടാവും. അതിനപ്പുറത്തേക്ക് മാനവരാശിയുടെ വളർച്ച,
ഒരു മനുഷ്യന്റെ പക്വത വളർന്നു വരുന്നുണ്ടല്ലോ, പ്രായവും ബുദ്ധിയും പക്വതയും വികാരം വിചാരം അവന്റെ ആ പക്വത വളർന്നു വരുന്നത് പോലെ ഒരു സമൂഹത്തിൻ്റെത് വളർന്നു വരുന്നുണ്ട്. അത് ഒരു സമൂഹത്തിൻ്റെ ഇപ്പോൾ ഒരു യൂറോപ്യൻ കമ്മ്യൂണിറ്റീസിലൊന്ന് വളർന്നു വരുന്നുണ്ട്, ഇന്ത്യൻ കൾച്ചറിലൊന്ന് വളർന്നു വരുന്നുണ്ട്, അതിൽ തന്നെ മുസ്ലിം കൾച്ചറിലൊന്ന് വളർന്നു വരുന്നുണ്ട്, മതപരമായ. അപ്പോൾ കൾച്ചറൽ, സബ് കൾച്ചറൽ, അല്ലെങ്കിൽ നാഷണൽ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ, ഇങ്ങനെ ഈ പലത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാമൂഹിക ബുദ്ധിവികാസം നടന്നു വരുന്നുണ്ട്. അതുമായിട്ട് ഓരോ മനുഷ്യന്റെ അൺകോൺഷ്യസ് മൈൻഡും ടച്ച് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതി, ഇത് പിന്നെ മോഡേൺ സൈക്കോളജിയിലൊക്കെ അപ്രൂവ് ചെയ്ത തിയറിയാണ്, അപ്രൂവ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റാണ്. പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലായിടത്തും കാണുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൻ്റെ വളർച്ച, സമൂഹത്തിൻ്റെ ബുദ്ധിവികാസം, സമൂഹത്തിൻ്റെ അത് പിന്നെ മതപരമായ അല്ലെങ്കിൽ സാംസ്കാരികപരമായ, രാഷ്ട്രീയപരമായ, ഇൻ്റലക്ച്വലായിട്ടുള്ള, ടെക്നോളജിക്കലായിട്ടുള്ള, IT ഇൻഫർമേഷൻ ടെക്നോളജിയിലാകാം, ഇതൊക്കെ ഈ സമൂഹത്തിൻ്റെ ബുദ്ധിപരമായ വളർച്ചയിൽ ഒരു അൺകോൺഷ്യസ് കണക്ഷൻ നമ്മളിലേക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടി കാര്യമായിട്ട് പുറത്തിറങ്ങിയിട്ടോ കാര്യമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും, വീട്ടിൽ തന്നെ ചെലവഴിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും, ഈ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് വഴിയുള്ള കണക്ഷൻസ് കൊണ്ട് ഈ കുട്ടിക്ക് പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പഴയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് കുട്ടി പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്നെസിന്റെ ഇൻഫ്ലുവൻസ് ഈ കുട്ടിയിലുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഉണ്ടാകുന്ന, അത് മനസ്സിലാക്കാതെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഈ ഒരു അവരുടെ ലേണിംഗ് ടൈമിൽ കിട്ടിയ ഒരു പാരന്റിങ് സ്റ്റൈല് കുട്ടികളിൽ നടപ്പാക്കുന്ന സമയത്ത് അത് കുട്ടികൾക്ക് എന്താവാൻ പറ്റുന്നില്ല, കോമ്പാറ്റബിൾ ആയിട്ട് വരുന്നില്ല. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ റീസൺസ്. മൂന്നാമത്തത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയൊരു കാറും പഴയ ഡ്രൈവറും എന്താ സംഭവിക്കുക? അത് തന്നെ ഈ സംഭവിക്കുന്നത്. ഇന്ന് പുറത്തിറങ്ങുന്ന ഒരു കാറ് ഇന്നത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന എല്ലാ അഡ്വാൻസ്മെന്റും, അത് പവർ സ്റ്റിയറിങ്ങും പവർ ബ്രേക്കും, അതുപോലെ പിന്നെ ഹൈബ്രിഡ് ബാറ്ററി, അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ബാറ്ററി, പിന്നെ സോളാർ ഇറങ്ങിയിട്ടുണ്ട്, സോളാർ, അതുപോലെ പിന്നെ റിമോട്ട് സിസ്റ്റംസ്, എല്ലാ ഫുൾ ഓപ്ഷൻസ്. അപ്പോൾ ഇന്ന് എന്തെല്ലാം ഓട്ടോമൊബൈൽസ് അഡ്വാൻസ്മെന്റ് ഉണ്ടോ അതെല്ലാം കോമ്പാറ്റബിൾ ആയ ഒരു ഫുൾ ഓപ്ഷൻ വേണ്ടിയെന്ന് മാത്രമല്ല, ഇനി ഇവിടെ അടുത്ത കാലത്ത് വരാനിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ അഡ്വാൻസ്മെന്റിൽ മുൻകൂട്ടി കണ്ട് അതിനൊക്കെ തയ്യാറുന്ന രീതിയിലാണ് ഇന്നൊരു വണ്ടി മോഡൽ പുറത്തിറക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഇന്ന് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ കുട്ടി ഇന്ന് തൊട്ടൊരു 100 വർഷം 120 വർഷമൊക്കെ ജീവിക്കുവാൻ ലോകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു മൈൻഡോട് കൂടിയാണ് ആ കുട്ടിയെ അള്ളാഹു സൃഷ്ടിച്ചു വിടുന്നത്. ഇങ്ങനെയുള്ള ഒരു ന്യൂ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഒരു ന്യൂ സ്ട്രക്ചറുള്ള ഒരു കുട്ടിയെ പഴയ വല്ലിപ്പ കുതിരവണ്ടി ഓട്ടിയ ആളാന്ന് പറഞ്ഞിട്ട് ഈ കാർ ഓട്ടി എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് വല്ലിപ്പ ഈ പുതിയ കാർ, ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഫുൾ ഓപ്ഷൻ വണ്ടി പഴയ വല്ലിപ്പാന്റെ കുതിരവണ്ടി ഓട്ടിക്കാൻ, എൻ്റെ വല്ലിപ്പ ഭയങ്കര കുതിരവണ്ടി ഓട്ടിക്കാൻ അന്നത്തെ പ്രമാണിയായിരുന്നു, ഉഷാറായിരുന്നു, അന്നത്തെ ഭക്തനായിരുന്നു, അന്നത്തെ പോരാത്ത ഹാജിയലുമായിരുന്നു. അതുകൊണ്ട് നാട്ടുപ്രമാണിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ കുതിരവണ്ടി ഓടിക്കുന്നത് പോലെ പുതിയ വണ്ടി ഓടിച്ചാൽ ഉണ്ടാവുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ വല്യമ്മ കാളവണ്ടി ഓടിച്ചിരുന്ന ആളായിരുന്നു, അതൊന്ന് ഓടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ വല്യാപ്പ ഈ സൈക്കിൾ റിക്ഷ ചവിട്ടിയിരുന്ന ആളാണ്, കുട്ടീൻ്റെ വാപ്പ സൈക്കിൾ റിക്ഷ ഓടിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് ഇയാളെ സൈക്കിൾ റിക്ഷ വെച്ച് കണ്ട് ആ ഡ്രൈവിംഗ് വെച്ച് കണ്ട് ഇയാൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഉമ്മ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്, അല്ലെങ്കിൽ ഉമ്മ എന്താ പറയുക പഴയ അംബാസഡർ ഓടിച്ച് ഫിയറ്റ് വണ്ടിയൊക്കെ ഓടിച്ചിരുന്ന ആളായിരുന്നു. അത് വെച്ചിട്ട് ഇന്നത്തെ വണ്ടി ഓടിച്ച് എങ്ങനെ ഉണ്ടാവും? പുതിയ കാറിൻ്റെ പുതിയ ഡ്രൈവിംഗ് പഠിച്ചേ പറ്റൂ. പുതിയ കാറ് ഓടിക്കണമെങ്കിൽ പുതിയ ഡ്രൈവിംഗ് അറിയണം. സിമ്പിൾ, മനസ്സിലായല്ലോ? അതുകൊണ്ട് പുതിയ തലമുറ വളർന്നു വരുന്ന സമയത്ത് അവരുടെ കൂടെ നമ്മൾ സഞ്ചരിക്കണം. അവരുടെ മാറ്റങ്ങൾ എന്തോ അത് നമ്മൾ പഠിച്ചെടുക്കണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സൽഗുണങ്ങളും മൂല്യങ്ങളും മതപരമായ കാര്യങ്ങളൊക്കെ നമ്മളെ മക്കളിലേക്ക് നമ്മൾ കൊടുക്കണ്ട, അവർ ഒപ്പിയെടുക്കും. നമ്മൾ കൊടുക്കണ്ട, പഠിപ്പിക്കുക എന്നുള്ള സാധനം ഇല്ല. ലേണിംഗ് പ്രോസസ്സ് എന്ന് വെച്ചാൽ അത് കരസ്ഥമാക്കല. അത് രണ്ട് രീതിയുള്ളൂ. ഒന്ന് കമ്പാനിയൻഷിപ്പ്, ദാറ്റ് മീൻസ് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദ ബന്ധം, സുഹൃത്ത്, സഹാബത്ത് കേട്ടില്ലെങ്കിൽ സഹാബത്ത റസൂലൊരു അധ്യാപകനും മറ്റൊരു പഠിപ്പിക്കുന്ന അങ്ങനെ സംവിധാനം ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ്. സുഹബത്ത്, സഹാബത്ത്, കമ്പാനിയൻഷിപ്പ്. അപ്പൊ കമ്പാനിയൻഷിപ്പ്. രണ്ട്, ഇഖ്റ ബിസ്മി റബ്ബിക ലദീ ഖലഖ്, പഠിക്കുക, വായിക്കുക, വായിച്ച് പഠിക്കുക, ലേണിംഗ് പ്രോസസ്. അങ്ങനെ ലേണിങ്ങിലൂടെ ഈ കമ്പാനിയൻഷിപ്പിലൂടെ ആണിത്. ഈ മതവും അച്ചടക്കവും പിന്നെ എല്ലാ സംഗതി എല്ലാ വാല്യൂസും കൊടുക്കേണ്ടത് അങ്ങനെയാണ്. അത് കൊടുക്കാൻ കഴിയാത്തത് ഇത് കൊടുക്കേണ്ടുന്ന ആളുകളിൽ, മാതാപിതാക്കളിൽ ഇത്
ആ മൂല്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലല്ല അവർ കുറേ ഗുണദോഷിക്കാനും കുറേ കുറ്റം പറയാനും അവനെ കണ്ടുപിടിച്ചൂടെ ഇവനെ കണ്ടുപിടിച്ചൂടെ അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ ഞാൻ എന്നും കേട്ടതാണ്. ആരാൻ്റെ വീട്ടിൽ പോകേണ്ടതല്ലേ നീ, പെൺകുട്ടിയോട് ആരാൻ്റെ വീട്ടിൽ പോകേണ്ടതല്ലേ നീ, ഇങ്ങനെ ഇങ്ങനെ കുറേ അൺഹെൽത്തി ഒരു നാടൻ ഒരു ഓക്വേർഡ് ഒരു അപരിഷ്കൃതമായ രീതിയിലുള്ള ഒരു പാരന്റിങ് സിസ്റ്റമാണ് പല മാതാപിതാക്കൾക്കും കിട്ടിയത്. ശ്രദ്ധിച്ചോ, ഏതൊരു വ്യക്തിക്കും അവന് കിട്ടിയ ഒരു പാരന്റിങ് സ്റ്റൈല് മാത്രമേ അവനെ കൊണ്ട് കൊടുക്കാൻ കഴിയുള്ളൂ. ഞാൻ നടത്തുന്ന പാരന്റിങ് സ്റ്റൈൽ എനിക്ക് എൻ്റെ മാതാവും തന്നതാണ്. എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ് എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത പാരന്റിങ് സ്റ്റൈലാണ് അവരെനിക്ക് തന്നത്. അതാണ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുക. ഓട്ടോമാറ്റിക് അതല്ലാത്തതൊന്നും എനിക്ക് കൊടുക്കാൻ കഴിയില്ല അൺലെസ് ആൻഡ് അണ്ടിൽ. എങ്ങനെയല്ലെങ്കിൽ ഞാനായിട്ട് എൻ്റെ പേഴ്സണാലിറ്റിയിൽ വരുന്ന മാറ്റം, എൻ്റെ ഫിലോസഫിക്കൽ നോളജസ്, എൻ്റെ വാല്യൂസിലുണ്ടാകുന്ന, എൻ്റെ മതപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ എൻ്റെ പേഴ്സണാലിറ്റിയിൽ വരുന്ന മാറ്റം എന്നത് വഴിയല്ലാതെ എൻ്റെ പാരന്റിങ് തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് മക്കൾക്ക് ഹെൽത്തി പാരന്റിങ് വേണോ? നമ്മൾ മക്കളുടെ കാലഘട്ടത്തിലേക്ക് പറ്റുന്ന രീതിയിലുള്ള പാരന്റിങ് സ്റ്റൈൽ പഠിച്ചേ പറ്റൂ. അതിന് നമ്മളെ ഉള്ളിൽ രക്തത്തിലുള്ള പഴയ ആ ട്രഡീഷണൽ ആ ഓതറൈറ്റേറിയൻ പാരന്റിങ് സിസ്റ്റം നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. ദാറ്റ് മീൻസ് വി ഹാവ് ടു റീഫ്രെയിം അവർ പാരന്റിങ്. നമ്മൾ റീഫ്രെയിം ചെയ്യണം. നമ്മൾ പേഴ്സണാലിറ്റി റീഫ്രെയിം ചെയ്യുന്നതോടൊപ്പം നമ്മളെ റീപാരന്റ് ചെയ്യണം. നമ്മളെ റീപാരന്റ് ചെയ്യണം. നമുക്ക് കിട്ടിയ അൺഹെൽത്തി പാരന്റിങ് നമ്മളായിട്ട് ഒഴിവാക്കി പുതിയ തലമുറക്കും നമുക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു പാരന്റിങ് സ്റ്റൈൽ നമ്മൾ വളർത്തിയെടുക്കുക. യെസ്, സാധ്യമാണ്. അങ്ങനെയുള്ളൂ നമുക്ക് മക്കളെ നേരാവണ്ണം. ഇപ്പം അറിയാലോ, നാട്ടിലൊക്കെ മാതാപിതാക്കൾക്ക് നേരെ കത്തിയും വടിയും വാളും എടുക്കുന്ന മക്കളാണ്. പിന്നെ പല റീസൺ അത് മരുന്നിന് നാർക്കോട്ടിക്സ് ഇതിലൊക്കെ അടിമപ്പെട്ടു. ഇത് ശരിയാണ്. പക്ഷെ മക്കൾക്ക് വരുന്ന എന്തൊരു ഫോൾട്ട് ഉണ്ടെങ്കിലും മാതാവും പിതാവും അവരെ വളർത്തുന്നവരുമാണ് അതിന് ഉത്തരവാദി. ഒരു സംശയമല്ല. മക്കൾ നല്ല മക്കളാണ്, നല്ല ശുദ്ധിയുള്ള മക്കളാണ്. പക്ഷെ അവരെ കേടുവരുത്തിയത് അല്ലെങ്കിൽ കേടുവരാൻ കാരണം ഇവരാണ്. അതുകൊണ്ട് പഴയ ഒരു ഡ്രൈവർ, ഒരു കാളവണ്ടി പോത്തും വണ്ടിയൊക്കെ ഓടിക്കുന്ന ഡ്രൈവർ പുതിയ കാർ ഓടിച്ചാൽ എന്തുണ്ടാവും? ആദ്യം കിലുങ്ങും, പിന്നെ കിലുങ്ങി അത് കുലുങ്ങും അല്ലെങ്കിൽ ഇളകും, പിന്നെ അത് കുലുങ്ങും. അതാണ് ഈ മക്കളിൽ ഈ ഒരു 12 വയസ്സിന് ഒരു 18 വയസ്സിനും ഇടയിലൊക്കെ കാര്യമായിട്ട് കണ്ടുവരുന്ന ട്രാൻസിഷൻ ചേഞ്ചസ്. അതുകൊണ്ട് അതെന്താണ്, എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ പാരന്റിങ് നേരാവണ്ണം നിങ്ങൾക്ക് അറിയണം. ആ ഡിഫറൻസ് പുതിയ തലമുറയുടെ ഡിഫറൻസിലേക്ക് ആ പുതിയ തലമുറയ്ക്ക് പുതിയ കാറിന് പുതിയ ഡ്രൈവിംഗ് പഠിച്ചേ പറ്റൂ. വേറൊരു ഷോർട്ട് കട്ട് ഇതിന് ഇല്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് പല ആളുകളും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യം വരട്ടെ.